എല്ലാ കൂട്ടുകാർക്കും സീറോയിഡ് മീഡിയയിലേക്ക് സ്വാഗതം. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒരു വാനിഷിംഗ് എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ചിത്രീകരിക്കുന്നതിനായി ഒരു ട്രൈപോഡ് സ്റ്റാൻഡോ സെൽഫി സ്റ്റിക്കോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലൂടെ വീഡിയോ ഷേക്ക് ആവാതെ നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് ഉപയോഗിച്ചാണ്. വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയുടെ റേഷ്യോ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ മീഡിയ ക്ലിക്ക് ചെയ്ത് നാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഓപ്പൺ ചെയ്യുക. തുടർന്ന് വീഡിയോയുടെ ആദ്യ ഭാഗത്തു നിന്നും പൊസിഷൻ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തെടുക്കുക. നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇമേജ് ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. വീഡിയോയുടെ ഈ ഭാഗം ഒരു ഇമേജ് രൂപത്തിൽ നമ്മളുടെ ഫോൺ മെമ്മറിയിൽ സേവ് ആവുന്നതാണ്. അതിനുശേഷം ഷൂട്ട് ചെയ്ത വീഡിയോയുടെ ആവശ്യമുള്ള ഭാഗം ട്രിം ചെയ്തെടുക്കുക. അവശേഷിക്കുന്ന ഭാഗങ്ങൾ റിമൂവ് ചെയ്യുക. ഇനി നമ്മളുടെ വീഡിയോയുടെ വാനിഷായി പോകേണ്ട ഭാഗങ്ങളിൽ ഗ്രീൻ സ്ക്രീൻ നൽകി ആനിമേഷൻ നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യുന്നതിനായി ടവൽ മുകളിലേക്ക് ഉയർത്തുന്ന ആ ഭാഗം യൂസ് ചെയ്തതിന് ശേഷം ലെയർ ഓപ്ഷനിൽ നിന്നും മീഡിയ സെലക്ട് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ലെയറായി സെറ്റ് ചെയ്യുക. അതിനുശേഷം സെറ്റ് ചെയ്ത ലെയറിൻ്റെ നിറം പച്ചയാക്കുക. ആദ്യം ആഡ് ചെയ്ത വീഡിയോയും രണ്ടാമതായി ആഡ് ചെയ്ത ഗ്രീൻ സ്ക്രീനും ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്യുക. തുടർന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ലെയറിന് ആനിമേഷൻ നൽകാം. വാനിഷായി പോകേണ്ട ഭാഗങ്ങളിലാണ് ഈ ഗ്രീൻ ലെയറുകൾ ആഡ് ചെയ്യുന്നത്. മറ്റു ഭാഗങ്ങളിലും വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്രീൻ ലെയറുകൾ ആഡ് ചെയ്ത് അറേഞ്ച് ചെയ്യുക.
ഗ്രീൻ ലെയറുകൾ മുഴുവനായും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇതിനുശേഷം വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഔട്ട്പുട്ട് സേവ് ചെയ്യാം. നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഏത് റെസൊല്യൂഷനിലും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് കൈൻമാസ്റ്ററിൽ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മീഡിയയിൽ നിന്നും കളർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുൻപ് ക്യാപ്ചർ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറായി ആഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കുക. വീണ്ടും ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കുക. ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ ലെയറും മറ്റ് ലെയറുകളുടെ ലെങ്തും തുല്യമാക്കി അറേഞ്ച് ചെയ്യുക. തുടർന്ന് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ലെയർ സെലക്ട് ചെയ്ത് ക്രോമ കീ ഇനേബിൾ ചെയ്യുക. ഒപ്പം ക്രോമ കളർ ഗ്രീൻ ആക്കി സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ആഡ് ചെയ്ത ഗ്രീൻ സ്ക്രീൻ മുഴുവനായും റിമൂവ് ചെയ്യുന്നതിനായി വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോയിൽ ടവലിൻ്റെ താഴത്തെ ഭാഗങ്ങൾ വാനിഷായി പോകുന്നത് കാണാം. തുടർന്ന് ആവശ്യമായ റെസൊല്യൂഷനിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യൂ. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.